ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് വരാനിരിക്കുന്ന പുതിയ പിള്ളേർക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഇന്ന് അയർലൻഡിൽ നമ്മൾ ഒരുപാട് പൈസ മുടക്കി വരാണ്. ഇവിടെ ഏത് ജോലിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഏത് പഠിച്ചാലാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ജോലിയും PR അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റാം. അപ്പൊ അതിനുള്ള ഒരു ഉത്തരങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ എവിടെയോ ഒരു കമ്പ്യൂട്ടറിൽ കണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും കണ്ട് ഞാൻ പറയുന്നതല്ല. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എന്റെ ഈ ലാസ്റ്റ് 3 years നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ള ഫസ്റ്റത്തെ ജോലി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് നഴ്സിംഗ് ആണ്. അത് ഞാൻ പിന്നീട് ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഭൂമിയുടെ ഏതറ്റത്തും നഴ്സുമാർക്ക് ജോലിയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾ നഴ്സിംഗ് ചൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ അയർലൻഡിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബയോഫാർമയാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഓൾമോസ്റ്റ് ഒരു 15 അടുത്ത് മലയാളീസ് ഉണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും വിത്തിൻ 3 months കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് ജോലി ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ഗ്രാജുവേറ്റ് ആവണേക്കാളും മുമ്പേ തന്നെ അവർ നല്ലൊരു പ്ലേസ്മെന്റിൽ എത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടുത്ത ഓപ്ഷൻ ഉള്ളത് ബയോഫാർമയ്ക്കാണ്. പിന്നീട് ഞാൻ സ്കോപ്പ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് അത് സോഫ്റ്റ്വെയർ ഫീൽഡ് ആണ്. എന്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആദ്യം ജോലി കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ഞാൻ പേഴ്സണലി കണ്ടേക്കുന്നതാണ് എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ. കുറച്ച് പേർക്ക് ജോലി ആയവരുണ്ട്, കുറച്ച് പേർക്ക് ഇപ്പോഴും ജോലി ആവാത്തവരുണ്ട്. പക്ഷെ ജോലി ആവുന്നവർക്ക് അവരുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പാക്കേജ് ആയിരിക്കും. അത് നിങ്ങൾ ഇവിടെ എത്തി പലരുടെ പാക്കേജുകൾ നീ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയാവുന്ന 2 പേരുണ്ട്. അവർക്ക് 2 പേർക്ക് 45K പോലാണ് അവരുടെ സാലറി തന്നെ സ്റ്റാർട്ട് ചെയ്ത്. 45K എന്ന് പറഞ്ഞാൽ 45,000 euros ആട്ടോ. അപ്പൊ ഏകദേശം നാട്ടിലൊരു 35-40 ലക്ഷം രൂപ എടുത്താണ് അവരുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യണത്. സോഫ്റ്റ്വെയറുകൾക്കാണ് ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത്. അപ്പൊ അതാണ് എന്റെ മൂന്നാമത്തെ പ്രിഫറൻസ്. പിന്നെ നാലാമത്തേന്ന് ഞാൻ പറയുന്നത് ഒബ്വിയസ്ലി അത് അക്കൗണ്ട്സിനാണ്. ഞാനൊരു അക്കൗണ്ടിങ് സ്റ്റുഡന്റ് ആയിരുന്നു. ഞാനിപ്പോ ഒരു ജോലിയിൽ വർക്ക് ചെയ്യാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എന്റെ കൂടെ പഠിച്ച മറ്റൊരു ചേച്ചിക്കും അങ്ങനെ പെട്ടെന്ന് ജോലി കിട്ടി. വേറെ 2 പേർക്കും പെട്ടെന്ന് ജോലി കിട്ടി. പക്ഷെ ഇത് പഠിച്ചിട്ട് ഈ ഫീൽഡ് വിട്ട് വേറെ പലരും ചൂസ് ചെയ്തവരും ഉണ്ട് കേട്ടോ. കേരളാവൻ പോയവരുണ്ട്. അത് കഴിഞ്ഞ് ഇത് പറ്റില്ല എന്ന് ഒരിക്കലും എന്തൊരു ജോലി കിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ പറയുന്നുണ്ട് അക്കൗണ്ട്സിന് ഇപ്പോഴും ജോലിയുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും ക്രിട്ടിക്കൽ പെർമിറ്റിലേക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. പക്ഷെ ജനറൽ വർക്ക് പെർമിറ്റിലേക്ക് എത്താൻ പറ്റും. ഈവൻ നിങ്ങൾക്കൊരു ചാർട്ടേഡ് കാര്യങ്ങളൊക്കെ ആവാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിട്ടിക്കൽ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സാലറി ഉണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ക്രിട്ടിക്കലിലേക്ക് എത്താൻ പറ്റില്ല. അതിനുള്ള റീസൺ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഈ 4 എന്റെ ഏറ്റവും സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഷെഫുമാർക്ക് സ്കോപ്പ് ഉണ്ട് കേട്ടോ. എന്റെ കൂടെ പഠിച്ച ഒരുത്തിന് നല്ലൊരു ജോലി കിട്ടി. അവനിപ്പോ ജനറൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ഉണ്ട്. പിന്നെ ഉള്ള സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഫുഡ് സയൻസ് പഠിക്കാൻ വന്ന പിള്ളേർക്കും ജോലി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയാണ് എന്റെ അറിവിൽ ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉണ്ടെന്ന്. ഇപ്പൊ പലരും ചോദിക്കാം എഞ്ചിനീയറിംഗിന് സ്കോപ്പ് ഇല്ലേ? എന്റെ അറിവിൽ എനിക്ക് അറിയില്ല. ഞാൻ അറിയാവുന്ന കാര്യമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് 4 പ്രിഫറൻസിന് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉണ്ട്. അതിനകത്ത് ബയോഫാർമയ്ക്കാണ് ഏറ്റവും ഹൈ ചാൻസ്. നഴ്സുമാരെ ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണില്ല. ബയോഫാർമയാണ് ഏറ്റവും സ്കോപ്പ്. പിന്നെ അത് കഴിഞ്ഞ സോഫ്റ്റ്വെയർക്ക് കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര പാക്കേജ് ആയിരിക്കും. ഈ പറഞ്ഞ എല്ലാ ജോലികളിലും ഏറ്റവും കൂടുതൽ സാലറി സോഫ്റ്റ്വെയർക്കായിരിക്കും. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടാവണം. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് ജോലി. പിന്നെ ഏറ്റവും കൂടുതൽ സ്കോപ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് പറയാം. എനിക്ക് അറിയാവുന്ന ലിസ്റ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിനകത്ത് എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. താങ്ക് യു.